എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ സ്പൈസി മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. ഇതിന് വേണ്ടി നമ്മൾ കോഴിമുട്ട മുളകിട്ടത് എന്നൊക്കെ വിളിക്കാം. അതേ ടൈപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 5 കോഴിമുട്ട അവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. 4 തക്കാളി നല്ല പഴുത്ത പുളിയുള്ള സൈസ് എടുക്കാൻ നോക്കുക. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളിയാണ് നമ്മൾക്കിതിൽ കുറച്ച് അധികം ചേർക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് നമ്മൾക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരട്ടെ. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപ്പിടിക്കും. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ അതിൽ ഒരു 1.5 മുറി തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നേരത്തെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 തക്കാളിയും പിന്നെ ഒരു പകുതിയും, ബാക്കി നമ്മൾക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഈ തക്കാളിയും സവാളയും എല്ലാം കൂടി ഒന്ന് ശരിക്കൊന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഞാൻ 1 സ്പൂൺ കുറച്ചുകൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1.25 സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മൾ മുളകിട്ടതാണല്ലോ, അപ്പോൾ നല്ലൊരു എരിവൊക്കെ വേണം. അതുകൊണ്ടാണ്. ഇതിൽ അധികം ചേരുവകളൊന്നുമില്ല. നമ്മൾ മീൻ മുളകിട്ടുന്ന അതേപോലെ തന്നെയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ വെള്ളം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ബാക്കി തക്കാളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിത് വെള്ളം ചേർക്കാതെ അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് അല്പം മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. കൂടാതെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത ഉപ്പാണ്. എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. കാരണം ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് വെന്ത് പിടിക്കാനാണ്. അപ്പോൾ മല്ലിയും മുളകൊക്കെ നല്ല വെന്ത് നല്ല തക്കാളിയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് നമ്മൾ കോഴിമുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും മാത്രമല്ല ചോറിനും കൂടി ഇത് ചേരും. അപ്പോൾ നമ്മളിത് ഒന്ന് കോഴിമുട്ട ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇതാകണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് സെറ്റായി ചാറൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ മീൻ മുളകിട്ടതിൻ്റെ അതേ സ്റ്റൈലാണ്. നമ്മളിതിൽ പുളി ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല പുളിയുള്ള തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ 4 എണ്ണം കൊണ്ട് ചേർത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 എണ്ണം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് അല്പം ഞാൻ കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. അതുകൂടി ചേർക്കുമ്പോൾ നമ്മൾക്ക് ആ കറിയുടെ എരിവും കുത്തലൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടും. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് അതിൽ കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട മുളകിട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മുട്ട മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി ഇതിലേക്ക്. ഉപ്പും എരിവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്കിതൊരു 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. എന്നിട്ട് നോക്കാം. ഇത് കണ്ടില്ലേ, ചൂടാറിയതിന് ശേഷം നമ്മൾ കണ്ടില്ലേ നല്ല കറിയൊക്കെ നല്ല കുറി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെയും നന്നായിട്ട് ചേരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.